2016 ഇറങ്ങിയ ഒരു ത്രില്ലർ സിനിമയാണ് ദ മോൺസ്റ്റർ. ഒരമ്മയും മകളും കാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ വിചിത്രമായ ഒരു ഭീകര ജീവി അവരെ ആക്രമിക്കാൻ വരുന്നതും അതിൽ നിന്നും അവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. രാവിലെ പാട്ട് കേട്ടുണരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഇവളാണ് ലിസി, സിനിമയിലെ പ്രധാന കഥാപാത്രം. അവൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി, വീട് വൃത്തിയാക്കി, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, വലിച്ചു വാരി ഇട്ടിരുന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചു. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ജോലികളും ചെയ്തു. പിന്നെ കുറച്ച് ബാഗുകളും പാക്ക് ചെയ്തു വെച്ചു. അപ്പോഴാണ് അവളുടെ അമ്മ സോഫിയയുടെ മുറിയിൽ നിന്നും അലാറത്തിന്റെ ശബ്ദം വരുന്നത് ലിസി ശ്രദ്ധിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ സോഫിയ ഇതുവരെ ഉറക്കമെണീറ്റില്ല. അപ്പോൾ തന്നെ സോഫിയ എത്രമാത്രം നല്ലൊരമ്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിസി സോഫിയെ വിളിച്ചുണർത്തി. പിന്നെ അവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം, ലിസി ഇന്ന് അവളുടെ അച്ഛൻ ജോണിന്റെ വീട്ടിൽ പോവുകയാണ്. സോഫിയയെ കുറച്ചു നാളുകൾക്ക് മുന്നേ ജോൺ ഡിവോഴ്സ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ലിസിയെ ജോണിന്റെ വീട്ടിൽ കൊണ്ടുവിടാമെന്നാണ് സോഫിയ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ സമയം 11 മണിയായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞിട്ട് ലിസി പോയി. പക്ഷേ ലിസി പോയതും സോഫിയ വീണ്ടും കിടന്നുറങ്ങി. പിന്നെ 4 മണി ആയപ്പോഴാണ് എണീറ്റത്. ലിസിയാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. ശേഷം ലിസിയെയും കൊണ്ട് സോഫിയ യാത്രയായി. സോഫിയയുടെ കാറിലാണ് പോകുന്നത്. യാത്രക്കിടയിൽ രണ്ടുപേരും അധികം സംസാരിച്ചൊന്നുമില്ല. ഇടയ്ക്കൊരു പെട്രോൾ പമ്പിൽ കയറിയ സമയം സോഫിയ ലിസിക്ക് ഒരു വാച്ച് കൊടുത്തു. അത് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന വാച്ചാണ്. ലിസിക്ക് സോഫിയയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതിന്റെ കാരണവും സോഫിയ തന്നെയാണ്. അപ്പോൾ പിന്നെ ജോണിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇനി എന്തായാലും ലിസി തിരിച്ചു വരില്ലെന്ന് സോഫിയയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് സോഫിയ ഇപ്പോൾ ഈ വാച്ച് കൊടുത്തത്. പെട്രോൾ അടിച്ച ശേഷം അവര് വീണ്ടും യാത്രയായി. കുറെ ദൂരം എത്തിയപ്പോൾ അവളൊരു ഷോർട്ട് കട്ടിൽ കയറി. അതൊരു കാട്ടു റൂട്ടായിരുന്നു. അപ്പോഴേക്കും രാത്രിയായി. കുറച്ചു കഴിഞ്ഞതും മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴയത്ത് എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ചെന്നായ കുറുകെ ചാടി. ചെന്നായെ ഇടിച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി. ആക്സിഡന്റിൽ സോഫിയയുടെ നെറ്റിയിലും കയ്യിലും ചെറിയ പരിക്കുകളും പറ്റി. ഭാഗ്യത്തിന് ലിസിക്ക് ഒരു കുഴപ്പവുമില്ല. സോഫിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ലിസി വേഗം എമർജൻസി സർവീസിനെ വിളിച്ചു. എന്നിട്ട് സോഫിയയുടെ കയ്യിൽ ബാൻഡേജ് കെട്ടിക്കൊടുത്തു. കുറച്ചു കഴിഞ്ഞതും മഴ നിന്നു. പിന്നെ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി. നോക്കിയപ്പോൾ ഒരു ടയർ പഞ്ചറായി കിടക്കുകയാണ്. കാറിടിച്ച ചെന്നായ സമീപത്ത് മൃത്യു വരിച്ച് കിടക്കുന്നതും കാണാം. എന്തായാലും നീ ജോണിനെ വിളിച്ച കാര്യം അറിയിക്കാൻ സോഫിയ ലിസിയോട് പറഞ്ഞു. അങ്ങനെ ലിസി ജോണിനെ വിളിച്ചപ്പോൾ സോഫിയ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചു കാണുമെന്നാണ് ജോൺ കരുതിയത്. കാരണം സോഫിയ ഭയങ്കരമായ ആൽക്കഹോളിക് ആണ്. അത് തന്നെയാണ് സോഫിയയെ അവൻ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണവും. ലിസി സോഫിയയിൽ നിന്നും അകന്നതിന്റെ കാരണവും അത് തന്നെയാണ്. പക്ഷെ ഇത്തവണ അവള് വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫോൺ വച്ച ശേഷം അവർ ചെന്ന് ചെന്നായെ പരിശോധിച്ചു. നോക്കിയപ്പോൾ അതിന്റെ ദേഹത്ത് മറ്റെന്തോ ജീവി ആക്രമിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഒരു മുറിവിൽ വലിയൊരു പല്ല് തറച്ചിരിക്കുന്നതും കണ്ടു. സോഫിയ ആ പല്ല് കയ്യിലെടുത്തു വെച്ചു. ശേഷം രണ്ടുപേരും കാറിൽ ചെന്നിരുന്നു. ഒരുപക്ഷെ ഇതിനെ മറ്റേതോ ജീവി ആക്രമിക്കാൻ ഓടിച്ചതായിരിക്കുമെന്നും അങ്ങനെ ഓടിക്കുന്നതിനിടയിലായിരിക്കും ഇത് നമ്മുടെ വണ്ടിയിൽ വന്നിടിച്ചതെന്നുമാണ് സോഫിയയുടെ നിഗമനം. സോഫിയയുടെ സംശയം ശരിയായിരുന്നു. കാരണം ഇവരെ കാറിലിരിക്കുന്ന സമയം മരങ്ങൾക്കിടയിൽ നിന്നും ഒരു ജീവി കാറിനെ നോക്കി മുരളുന്നത് നമുക്ക് കേൾക്കാം. കുറച്ചു കഴിഞ്ഞ് എമർജൻസി സർവീസിൽ നിന്നും കാർ ശരിയാക്കാൻ ഒരു മെക്കാനിക് വന്നു. അപ്പോഴേക്കും വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് എമർജൻസി സർവീസ് ഒരു ആംബുലൻസും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ അതിവിടെ എത്താൻ ഇനിയും വൈകുമെന്ന് മെക്കാനിക് സോഫിയോട് പറഞ്ഞു. പിന്നെ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണെന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു റോഡാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇപ്പോൾ ആരും തന്നെ ഈ റോഡ് ഉപയോഗിക്കാറില്ല. ശേഷം അയാള് കാർ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഈ സമയം ലിസി നേരത്തെ എടുത്തുകൊണ്ട് വന്ന പല്ലിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ചെന്നായെ വേട്ടയാടാൻ മാത്രം ശക്തമായ ഒരു ജീവിയും ഈ കാട്ടിലില്ലെന്നാണ് അവൾ പഠിച്ചിട്ടുള്ളത്. ഇതെന്തായാലും ചെന്നായയുടേതിനേക്കാൾ ഒരുപാട് വലിയ പല്ലുമാണ്. അതുകൊണ്ട് ഇതിനെ മറ്റൊരു ചെന്നായ ആക്രമിച്ചതായിരിക്കാനും സാധ്യതയില്ല. അപ്പോൾ പിന്നെ ഇതിനെ എന്തായിരിക്കും ആക്രമിച്ചതെന്നോർത്ത് ലിസി ആകെ ആശങ്കയിലാണ്. ലിസി പറയുന്നതൊക്കെ കേട്ടപ്പോൾ സോഫിയയ്ക്കും ടെൻഷനായി. ലിസി കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് കാർ ശരിയാക്കാൻ മെക്കാനിക്കിനോട് പറഞ്ഞു. അപ്പോഴാണ് ചെന്നായിയെ കാണുന്നില്ലെന്ന കാര്യം അവള് ശ്രദ്ധിച്ചത്. രക്തത്തിന്റെ ട്രെയില് കണ്ടപ്പോൾ അതിനെ ആരോ കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ലിസി കൗതുകത്തോടെ ആ രക്തം ഫോളോ ചെയ്ത് കാട്ടിൽ കയറിപ്പോയി. ശകലം ഉള്ളിലെത്തിയതും ചെന്നായിയെ വലിച്ചു കയറിയിട്ടിരിക്കുന്നത് കണ്ടു. അത് കണ്ട് പകച്ചു നിൽക്കുന്ന സമയം അവളുടെ പിന്നിലൂടെ എന്തോ ഒരു ഭീകര ജീവി വരുന്നത് കാണാം. പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ലിസിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചതുപോലുമില്ല.
ശേഷം അവള് തിരിച്ചു വന്ന് കാറിലിരുന്നു. മെക്കാനിക്ക് ഇപ്പോഴും വണ്ടി റിപ്പയർ ചെയ്യുകയാണ്. അതിനിടയിൽ അയാളും സമീപത്തായിട്ട് എന്തോ ജീവി മുരളുന്ന ശബ്ദം കേട്ടു. പക്ഷെ അയാൾ അങ്ങോട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അകത്ത് ലിസിയും സോഫിയയും കൂടെ നാളെ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് ചർച്ചയിലായിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞിട്ടും മെക്കാനിക്ക് റിപ്പയർ ചെയ്ത് തീർന്നില്ല. ഇത് ഇന്നെങ്ങാനും തീരുമോ എന്ന് ചോദിച്ച് സോഫിയ അയാളോട് ദേഷ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അയാള് മറുപടി ഒന്നും പറഞ്ഞില്ല. സംശയം തോന്നി സോഫിയ പുറത്തിറങ്ങി നോക്കി. പുറത്തിറങ്ങുന്നത് ഡേഞ്ചർ ആണെന്ന് ലിസി മര്യാദയ്ക്ക് പറഞ്ഞതാണ്. എന്നിട്ടും അത് കേൾക്കാതെയാണ് സോഫിയ പുറത്തിറങ്ങിയത്. നോക്കിയപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന മെക്കാനിക്കിനെ കാണാനില്ല. ഇയാളിത് എവിടെ പോയെന്നോർത്ത് അവള് കുറച്ചുനേരം ചുറ്റും നോക്കി. അയാളെ ഉറക്കെ വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് മെക്കാനിക്കിന്റെ ഒരു കൈ വന്ന് കാറിന് മുകളിൽ വീണത്. അത് കണ്ട് രണ്ടുപേരും പേടിച്ച് കിടുങ്ങിപ്പോയി. സോഫിയയും ഓടി വന്ന് കാറിൽ കയറി. ലിസി ആകെ ഞെട്ടിയിരിക്കുകയാണ്. സോഫിയ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞതും കാട്ടിൽ നിന്നും മെക്കാനിക്ക് ഇഴഞ്ഞിഴഞ്ഞു വരുന്നത് കണ്ടു. അയാളുടെ ട്രക്കിൽ കയറാൻ ശ്രമിക്കുകയാണ്. സോഫിയയും ലിസിയും എന്ത് ചെയ്യണമെന്നറിയാതെ കാറിനകത്ത് പകച്ചിരുന്നു. മെക്കാനിക്ക് ട്രക്കിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ ഒരു ഭീകര ജീവി വന്നു. വലിയ കൂർത്ത പല്ലുകളും ഗൊറില്ലയുടെ രൂപവുമൊക്കെയുള്ള വളരെ വിചിത്രമായ ഒരു മോൺസ്റ്റർ ആണത്. ഇതാണ് ഇത്രയും നേരം കാട്ടിൽ ഒളിച്ചിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് മെക്കാനിക്ക് ട്രക്കിന്റെ വാതിൽ തുറന്നു. പക്ഷെ അകത്ത് കയറുന്നതിന് മുന്നേ മോൺസ്റ്റർ വന്ന് അയാളെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് കാട്ടിലേക്ക് പോയി. അയാളുടെ നിലവിളി ശബ്ദം കേട്ട് സോഫിയയും ലിസിയും പേടിച്ച് കരയാൻ തുടങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ അവരെ സ്തംഭിച്ചു പോയി. മിനിറ്റുകൾക്കുള്ളിൽ അയാളുടെ നിലവിളി ശബ്ദം നിന്നു. അപ്പോൾ അയാളെ മോൺസ്റ്റർ കൊന്നുവെന്ന് ഇവർക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് പുറത്തു നോക്കിയപ്പോൾ മെക്കാനിക്കിന്റെ ട്രക്കിന്റെ ഡോറ് തുറന്നു കിടക്കുന്നത് സോഫിയ ശ്രദ്ധിച്ചു. അപ്പോൾ സോഫിയയ്ക്ക് ഒരു ഐഡിയ തോന്നി. ട്രക്കിന്റെ താക്കോല് കിട്ടിയാൽ ട്രക്കിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടാം. പക്ഷേ പുറത്തു പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് ലിസി വീണ്ടും പറഞ്ഞതാണ്. എന്നാൽ വീണ്ടും അത് കേൾക്കാതെ സോഫിയ പുറത്തിറങ്ങി. ഉടൻ തന്നെ മോൺസ്റ്റർ വന്ന് സോഫിയയെ ആക്രമിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് അപ്പോഴാണ് അവിടെ ആംബുലൻസ് എത്തിയത്. ആംബുലൻസിന്റെ ശബ്ദം കേട്ടതും മോൺസ്റ്റർ സോഫിയയെ വിട്ടിട്ട് പേടിച്ചോടിപ്പോയി. ആംബുലൻസിൽ 2 പേരുണ്ടായിരുന്നു. അവര് മോൺസ്റ്ററിനെ ഒന്നും കണ്ടില്ല. അവര് വന്ന് സോഫിയയെ ആംബുലൻസിൽ കയറ്റി ഫസ്റ്റ് എയ്ഡ് നൽകാൻ തുടങ്ങി. ലിസിയും കാറിൽ നിന്നിറങ്ങി സോഫിയയുടെ പക്കൽ വന്നു. ഫസ്റ്റ് എയ്ഡ് ഒക്കെ പിന്നെ വെക്കാം. ആദ്യം എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ മോൺസ്റ്റർ വന്ന് നമ്മളെയൊക്കെ കൊന്നുകളയും എന്നൊക്കെ സോഫിയ പറഞ്ഞതാണ്. പക്ഷെ ആക്സിഡന്റ് പറ്റിയ ഷോക്കിൽ അവൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുവെന്നാണ് നഴ്സുമാര് കരുതിയത്. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നഴ്സുമാര് പരിസരം മൊത്തം ചുറ്റി നടന്ന് വീക്ഷിച്ചു. അതിനിടയിൽ മെക്കാനിക്കിന്റെ കൈ അറ്റുകിടക്കുന്നത് കണ്ട് 2 പേരും കിടുങ്ങിപ്പോയി. ഒരു നഴ്സ് ഓടി വന്ന് ആംബുലൻസിൽ കയറിയിരുന്നു. പക്ഷെ മറ്റേയാള് വീണ്ടും ചുറ്റി നടന്നു. കുറെ നേരമായിട്ടും അയാള് തിരിച്ചു വരാതെ ആയപ്പോൾ ആംബുലൻസിലിരുന്ന 3 പേർക്കും ടെൻഷനായി. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മറ്റേ നേഴ്സിന്റെ ബോഡി വന്ന് വണ്ടിയുടെ മുന്നിൽ വീണു. അത് കണ്ട് 3 പേരും പേടിച്ചലറി. തൊട്ടു പിന്നാലെ ചില്ലം തകർത്ത് മോൺസ്റ്റർ അകത്ത് കയറി വന്ന ഉടൻ തന്നെ അത് നേഴ്സിനെ കടിച്ചു കയറി കൊന്നുകളഞ്ഞു. എന്നിട്ട് നേഴ്സിന്റെ ശരീരത്തിനെയും വലിച്ചെടുത്തോണ്ട് പുറത്തുപോയി. ഇതാണ് രക്ഷപ്പെടാൻ പറ്റിയ അവസരമെന്ന് തിരിച്ചറിഞ്ഞ സോഫിയ ഉടനെ ആംബുലൻസും എടുത്തോണ്ട് വളരെ വേഗം പാഞ്ഞു. അങ്ങനെ അവസാനം അവര് രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോൺസ്റ്റർ കാട്ടിൽ നിന്ന് ഓടി വന്ന് വണ്ടിയെ ഇടിച്ചത്. അതിന്റെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വണ്ടി പലതവണ മറിഞ്ഞ് കാട്ടിൽ ചെന്ന് വീണു. ഭാഗ്യത്തിന് ലിസിക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ഓൾറെഡി കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്ന സോഫിയ ഈ ആക്സിഡന്റും കൂടെ ആയപ്പോൾ ആകെ അവശയായി. അവൾക്ക് മാരകമായ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും തനിക്ക് രക്ഷയില്ലെന്ന് സോഫിയയ്ക്ക് മനസ്സിലായി. ആംബുലൻസിൽ റേഡിയോ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അവള് എമർജൻസി കോൾ ചെയ്തു. പക്ഷേ റേഡിയോ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. വണ്ടിക്കകത്തിരിക്കുന്നത് ഒട്ടും തന്നെ സേഫ് അല്ല. കാരണം വണ്ടിയുടെ ഡോറുകളൊക്കെ മൊത്തം തകർന്നിരിക്കുകയാണ്. മോൺസ്റ്റർ വന്നാൽ നിസ്സാരമായിട്ട് ഇവരെ പിടിക്കാം. അങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മോൺസ്റ്റർ എത്തി. 2 പേരും ഉറക്കെ നിലവിളിച്ചലറി. ഇടയ്ക്ക് സോഫിയയുടെ കയ്യിലിരുന്ന ഫ്ലാഷ് ലൈറ്റ് ഓണായി. അതിന്റെ വെട്ടം വന്ന് മുഖത്തടിച്ചതും മോൺസ്റ്റർ പേടിച്ചോടിപ്പോയി. അപ്പോൾ പ്രകാശം കണ്ണിൽ വന്നടിക്കുന്നത് ഈ ജീവിക്ക് ഇഷ്ടമല്ലെന്ന് 2 പേർക്കും മനസ്സിലായി. എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് റോഡിൽ പോകാമെന്ന് സോഫിയ പറഞ്ഞു. കാരണം ഇവരിപ്പോ വനത്തിന്റെ ഉള്ളിലായതുകൊണ്ട് ഒരുപക്ഷെ ആരെങ്കിലും റോഡിലൂടെ പോയാൽ അവർക്ക് ഇവരെ കാണാൻ പറ്റില്ല. പക്ഷെ മോൺസ്റ്റർ സമീപത്ത് എവിടെയെങ്കിലും കാണുമെന്നത് തീർച്ചയാണ്. അതിനാൽ റോഡിലോട്ട് പോകുന്നത് ഭയങ്കര റിസ്ക് ആണ്. സോഫിയ എന്തായാലും ഇനി രക്ഷപ്പെടില്ലെന്ന് അവൾക്കറിയാം. അതിനാൽ അവളൊരു പ്ലാൻ ഇട്ടു. അവള് ശബ്ദമുണ്ടാക്കി മോൺസ്റ്ററിനെ ആകർഷിക്കും. അപ്പോൾ മോൺസ്റ്റർ വന്ന് അവളെ ആക്രമിക്കും. ആ തക്കത്തിൽ ലിസി ഓടി രക്ഷപ്പെടണം. ഇതാണ് അവളുടെ പ്ലാൻ. പക്ഷെ അങ്ങനെ ചെയ്താൽ അമ്മയെ മോൺസ്റ്റർ കൊന്നുകളയില്ലേ എന്ന് ലിസി ചോദിച്ചു. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അതിനെ എതിർക്കുമെന്നും അതുകൊണ്ട് ഞാൻ സേഫ് ആയിരിക്കുമെന്നാണ് സോഫിയ പറഞ്ഞത്. അത് തന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി സോഫിയ വെറുതെ പറഞ്ഞതാണെന്ന് ലിസിക്ക് മനസ്സിലായി.
അപ്പോൾ എന്തായാലും ഈ പരിക്കുകൾ കാരണം ഞാൻ മരിക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ അഥവാ മോൺസ്റ്ററിനെ കൊന്നാലും കുറഞ്ഞ പക്ഷം എനിക്ക് നിന്നെ രക്ഷിക്കാനെങ്കിലും പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണമെന്ന് സോഫിയ പറഞ്ഞു. പിന്നെ ലിസിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവള് ഒരു പന്തവും കൊണ്ട് പുറത്തിറങ്ങി. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയുള്ള അമ്മയാണെങ്കിലും സോഫിയയ്ക്ക് അവളുടെ മകളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സോഫിയ വണ്ടിയിൽ നിന്നും കുറച്ച് അകലെ പോയിട്ട് മോൺസ്റ്ററിനെ ആകർഷിക്കാൻ ഉറക്കെ നിലവിളിച്ചലറാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് തന്നെ മോൺസ്റ്റർ അവിടെ എത്തി. മോൺസ്റ്ററിന്റെ മുരൾച്ച കേട്ടതും സോഫിയ ലിസിയോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും മോൺസ്റ്റർ വന്ന് സോഫിയയെ ആക്രമിച്ചു. പക്ഷെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ലിസിക്ക് ഒട്ടും തന്നെ മനസ്സ് വന്നില്ല. അവൾ ഓടി വന്ന് ഒരു വടിയെടുത്ത് മോൺസ്റ്ററിനെ അടിച്ചു. മോൺസ്റ്റർ ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞ് ലിസിയെ ആക്രമിക്കാൻ വന്നു. ഉടനെ അവള് മോൺസ്റ്ററിന്റെ മുഖത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ മോൺസ്റ്റർ പേടിച്ചോടിപ്പോയി. ശേഷം അവൾ വന്ന് അമ്മയെ നോക്കി. നിർഭാഗ്യവശാൽ ജീവിയുടെ ആക്രമണത്തിൽ സോഫിയയ്ക്ക് മാരകമായ മുറിവുകളാണ് പറ്റിയത്. കഴുത്തിലും ഒരു കടി കിട്ടിയിട്ടുണ്ട്. അതിനാൽ ലിസിയുടെ കയ്യിൽ കിടന്ന് തന്നെ രക്തം വാർന്ന് സോഫിയ മരിച്ചുപോയി. ലിസിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കാനും നേരമില്ല. കാരണം സമീപത്തായിട്ട് ജീവിയുടെ മുരൾച്ച കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ലിസി ഫ്ലാഷ് ലൈറ്റും എടുത്തുകൊണ്ട് തിരിച്ച് ആംബുലൻസിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് വീണ്ടും കുറെ നേരം കരഞ്ഞു. അതിനിടയിൽ സമീപത്ത് ഒരു ലൈറ്ററും ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള സ്പ്രേയും ഇരിക്കുന്നത് അവൾ കണ്ടു. അപ്പോഴാണ് ലിസിക്ക് ഒരു ഐഡിയ തോന്നിയത്. അവളുടെ ശബ്ദമുണ്ടാക്കുന്ന ഒരു ബൊമ്മയുണ്ടായിരുന്നു. അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ആംബുലൻസിലെ ചെറിയൊരു കമ്പാർട്ട്മെന്റിൽ കയറി ഒളിച്ചിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബൊമ്മയുടെ ശബ്ദം കേട്ട് മോൺസ്റ്റർ അവിടെ എത്തി. അത് വന്ന് ബൊമ്മയെ മാരകമായിട്ട് ആക്രമിച്ചു. ആ തക്കത്തിൽ ലിസി നൈസായിട്ട് വണ്ടിയിൽ നിറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ ഉടനെ മോൺസ്റ്ററും അവളെ പിടിക്കാൻ വന്നു. എന്നാൽ ലിസി പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ലൈറ്ററും സ്പ്രേയും ഉപയോഗിച്ച് മോൺസ്റ്ററിന്റെ ദേഹത്ത് തീ കത്തിച്ചു വിട്ടു. വേദന കൊണ്ട് മോൺസ്റ്റർ ഉറക്കെ അലറി. നിസ്സാര സമയം കൊണ്ട് തന്നെ മോൺസ്റ്റർ മന്തിയായി. അങ്ങനെ മോൺസ്റ്റർ ഇഹലോകവാസം വെടിഞ്ഞു. എന്നിട്ടും ദേഷ്യം തീരാത്ത ലിസി ഒരു വടി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും മോൺസ്റ്ററിനെ കുറെ തല്ലി. ശേഷം അവള് പതിയെ റോഡിലൂടെ നടന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അവള് കാട്ടിൽ നിന്ന് പുറത്തു വന്ന് ഒരു പട്ടണത്തിലെത്തി. അങ്ങനെ അവള് രക്ഷപ്പെടുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.